മലയാളം സീസൺ 7ന്റെ ആദ്യത്തെ പ്രഡിക്ഷൻ ലിസ്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ തുടങ്ങാല്ലേ? അത് മക്കളും കൊച്ചന്മാരും കൂടെ അയക്കും. ആരാണ് വരാനുള്ള ചാൻസ് കൂടുതൽ? അപ്പോ അവരുടെ പേരുകൾ പറയാം. വെറും സാധ്യത മാത്രമാണ്. നിങ്ങളിൽ പലരും മോഹൻലാൽ വരുമോ ഇല്ലയോ എന്ന് സംശയിക്കുന്നുണ്ടാവും. പക്ഷേ മോഹൻലാൽ വരും. വരില്ലേ? വരും. മുന്നേ ഫേസ്ബുക്ക് തുറന്നാൽ അയ്യോ ഈ മുഖം, ഫേസ്ബുക്ക് തുറന്നാൽ അയ്യോ, ഇൻസ്റ്റാഗ്രാം തുറന്നാൽ ഈ മുഖം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ ഇങ്ങനെ കമന്റ് ഇടുന്നു. അയ്യോ ഈ മുഖം. അത് സംശയം ഉണ്ടെങ്കിൽ ആ ഗിരിനഗർ കോളനിയിൽ ഒന്ന് അന്വേഷിച്ച് നോക്കിയാട്ടെ. ഭയങ്കരമായ നെഗറ്റീവ് അടിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ സപ്പോർട്ടൊക്കെ കിട്ടുന്ന ഒരാളാണ്. ഞാൻ പറയാൻ പോകുന്ന വ്യക്തിയുടെ പേരാണ് രേണു സുധി. ദേ വരുന്നു രേണു സുധി. ദേ ഇതാണ് നമ്മുടെ രേണു സുധി. കഷ്ടപ്പെട്ടത് വെറുതെ. ഇപ്പോ എന്താണ് നമുക്ക് ഉദ്ഘാടനങ്ങളിലൊക്കെ വിളിക്കുന്നതും അതും പ്രശസ്തമായ നിള നമ്പ്യാർ. അതെ, ദയ വന്നേക്കണു നിള നമ്പ്യാർ. പറയാൻ പോകുന്നത് നമ്മുടെ ഇൻഫ്ലുവൻസറായ ജാസി. അതെ, ജാസി അഷി എന്നല്ലേ, അത് പുള്ളി ഇൻസ്റ്റയിലെ പേജാണ് ജാസി അഷി. ഞങ്ങളൊക്കെ ആരാ? അല്ല, ഇതിനു മുമ്പ് എന്നെ ഇവിടെ കണ്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾ ചോദിച്ചാൽ ഞങ്ങളൊക്കെ ആരാണ്. താഴ്ത്താൻ നോക്കിയാലും ഞാൻ മുന്നിട്ട് വരും എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ. അവസാനത്തെ പേരാ പറയുന്നത് കേട്ടോ, പ്രഡിക്ഷൻ. നമ്മുടെ വരുന്നു ഈ ഒരു പേരാണ് അറിയാലോ. ഈ ഒരു വ്യക്തിയാണ് അലിൻ ജോസ് പെരേര. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ? എന്റെ ഈശോയെ, നീ ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ? ഈ വണ്ടി നിറയെ കുരിശുകളാ എനിക്ക് ചുമക്കാൻ. പോരനുണ്ടോ? എന്നെ ഒന്ന് സഹായിച്ചാൽ മതി. ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ. താങ്ക്സ് അടിച്ചു പൊളിക്കടാ.